അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ വൈകുന്നേരത്തെ ഒരു ചായയുടെ ഒരു കുഞ്ഞു റെസിപ്പിയാണ് നമ്മൾ ചെയ്യുന്നത്. അത് നമ്മുടെ ഇത് സാധാ പോപ്കോണാണ്. നമ്മുടെ ചോളം നല്ല ഡ്രൈ ആയിട്ടുള്ള നല്ല ചോളാണത്. ഇതിനെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് വളരെ ടേസ്റ്റ് ഉള്ളതും അതുപോലെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റണ ഒരു ഹണി പോപ്കോൺ ആണ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഹണി വെച്ചിട്ട് നമ്മൾ പോപ്കോൺ ചെയ്യാൻ പോകണം. അപ്പോൾ നമുക്ക് പോവാം വീഡിയോയിലേക്ക്. അതിനായിട്ട് ഇവിടെ ആദ്യം ഒരു ചുവട് കട്ടിയുള്ള ഒരു പാത്രം നമ്മൾ അടുപ്പത്ത് വയ്ക്കുന്നു. ഇതിനൊരു മൂടി ഉള്ളൊരു പാത്രമായിരിക്കണം. നമുക്ക് പോപ്കോൺ നമ്മൾ വെച്ച് കഴിയുമ്പോൾ അത് മൂടി വെക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനൊരു നല്ലൊരു മൂടിയുള്ള ഒരു പാത്രമായിരിക്കണം കേട്ടോ. അതായത് ഒരു കവർ ലിഡ്, നല്ലൊരു കവറിങ് ഉള്ളൊരു പാത്രമായിരിക്കണം. അതിനുശേഷം ഈ പാത്രം ചൂടായിട്ട് വരുമ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ബട്ടർ ചേർത്ത് കൊടുക്കുന്നു. ബട്ടർ ഒന്ന് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആവണം. അപ്പോൾ നമ്മൾ സാധാരണ ഫ്ലെയിമിൽ വെക്കുക. നമ്മുടെ ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ സാധാരണ ഒരുപാട് തീ കൂട്ടി വെക്കരുത്. പെട്ടെന്ന് ബട്ടറൊക്കെ ഒന്ന് ചൂടായിട്ട് കരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യരുത്. അതിനുശേഷം ഈ ചൂടായ ബട്ടറിലോട്ട് നമ്മൾ നമ്മുടെ കോണ് ചേർത്ത് കൊടുക്കുകയാണ്. അതായത് ചോളം നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതൊന്ന് നല്ലപോലെ ഇളക്കി ചോളത്തിൽ ബട്ടറൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക, ഒന്ന് മൂടി വയ്ക്കുക, വീണ്ടും മൂടി മാറ്റുക, ഒന്ന് ഇളക്കി കൊടുക്കുക. കാരണം ശരിക്കും ചോളം ഒന്ന് ചൂടായി വന്നതിന് ശേഷമാണ് അത് ഇങ്ങനെ പൊങ്ങി വരാനായിട്ട് തുടങ്ങുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒന്ന് 2-3 പ്രാവശ്യം മൂടി മാറ്റി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ബട്ടർ എല്ലായിടത്തും ആവാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ആ ബട്ടർ അടിയിൽ കിടന്ന് ചിലപ്പോൾ കരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. ഇനി ഇത് പൊട്ടി തുടങ്ങാനായിട്ട് തുടങ്ങുമ്പോൾ ശരിക്കും ചോളം ചൂടായി കഴിഞ്ഞ് ഇത് പൊട്ടി തുടങ്ങാൻ തുടങ്ങും. പിന്നെ നമ്മൾ ഈ ലിഡ് നമ്മൾ മാറ്റാൻ പാടില്ല. ഇപ്പോൾ അതാ ചോളം ഇവിടെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ലിഡ് മാറ്റി കഴിഞ്ഞാൽ ഇതെല്ലാം പുറത്തേക്ക് ഇങ്ങനെ ആകെ വൃത്തികേടായിട്ട് അവിടെ ഇവിടെ എല്ലാം തെറിച്ചു പോകും. അതുകൊണ്ട് ഇനി നമ്മൾ ലിഡ് മാറ്റാൻ പാടില്ല. ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ചെറിയ തീയിലാക്കി കൊടുക്കണം കേട്ടോ. തീ കൂടുതലിരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ നമ്മുടെ ചോളം കല്ല് പോലെയായിട്ട് അത് പകുതിയും പൊട്ടാതെ ഇങ്ങനെ അടിയിൽ കിടക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ തീ മാക്സിമം കുറച്ച് ചെയ്യുക. എന്നാൽ തീ ഒട്ടും താഴെ ആയി പോവാനും പാടില്ല. പാകത്തിന് ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ വെച്ച് ഇതിനെ പതുക്കെ വേവിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് പൊട്ടി വരണം, നമുക്ക് കാണാമല്ലോ. ഇങ്ങനെ പടപടപടേന്ന് നമ്മുടെ പാത്രത്തിൽ കിടന്ന് പൊട്ടാൻ തുടങ്ങും. ഇങ്ങനെ ഒരു ഗ്ലാസ് ലിഡൊക്കെ ആണെങ്കിൽ നമുക്കതിങ്ങനെ പുറത്തുനിന്ന് കാണാൻ പറ്റും. ഇത് നമുക്ക് കുക്കറിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. കുക്കറിൽ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ കാണാൻ പറ്റില്ല എന്നുള്ളൂ. ഇങ്ങനെ ലിഡ് ഒരു ഗ്ലാസ് ലിഡ് ഉള്ളൊരു പാത്രത്തിലാണെങ്കിൽ നമുക്കിങ്ങനെ കാണാനൊക്കെ പറ്റും. ഇത് പൊട്ടി തുടങ്ങാനും കൂടെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നല്ല സ്പീഡിൽ പൊട്ടിക്കോളും. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഇതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം ഇതിന് പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇവിടെ നമ്മൾ വിഷുവിൻ്റെ പടക്കമൊക്കെ പൊട്ടാതെ പൊട്ടുന്ന പടക്കം പൊട്ടും പോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് പൊട്ടും. അതുകൊണ്ട് നമുക്ക് പാത്രത്തിൻ്റെ മൂടി മാറ്റി കഴിഞ്ഞതെല്ലാം തെറിച്ച് പോവും. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുക. അതെല്ലാം പൊട്ടി കഴിയണത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അടിയിൽ അത് പിടിക്കണുണ്ട് അല്ലെങ്കിൽ കരിയാനുള്ള സാധ്യത ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മളൊന്ന് കൈ വെച്ച് അതൊന്ന് പിടിച്ച് ചുറ്റിച്ചു കൊടുക്കുക കേട്ടോ. ഇപ്പം നമ്മുടെ ചോളം ഇവിടെ ഏകദേശം എല്ലാം പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടെ ഇവിടെയൊക്കെ ഓരോന്ന് പൊട്ടാതെ പൊട്ടുന്നുണ്ട്. പക്ഷേ എനിക്കാണെങ്കിൽ പാത്രം തുറക്കാനും പറ്റണില്ല. എന്നാൽ അടിയിൽ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതിനൊന്ന് ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ച് അതിനൊന്ന് ചുറ്റിച്ചു കൊടുത്തു. അപ്പോൾ അടിയിലുള്ളതൊക്കെ പൊട്ടാത്തതെല്ലാം അടിയിൽ വരും. അപ്പോൾ അങ്ങനെ ചെയ്യണത് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്നപ്പോഴത്തേക്കും പുറത്തേക്ക് ചാടി. വീണ്ടും ഞാൻ അതിനെ തിരിച്ചെടുത്തിട്ട് സ്പൂണും കൊണ്ടൊന്ന് പതുക്കെ ഇളക്കി. ഇപ്പോൾ ഏകദേശം എല്ലാം തന്നെ പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ഗ്യാസ് നമുക്ക് ഓഫാക്കാം. എല്ലാം പൊട്ടിക്കഴിഞ്ഞു എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫാക്കി വെക്കാം. ഓഫാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിലോട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ മെയിൻ ആയ ഹണിയാണ് നമ്മൾ അതിനായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഓഫാക്കിയതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ആ ചൂടോടെ തന്നെ ചേർക്കണം. ചൂടാറിക്കഴിഞ്ഞ് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ ഹണി ഈ നമ്മുടെ ചോളം പോപ്കോണിലേക്ക് പിടിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ചൂടോടെ തന്നെ ഹണി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു നല്ല സ്മെല്ലാണ് കേട്ടോ. ഈ ഹണി ബട്ടറും ഈ പോപ്കോണിൻ്റെ ഒരു സ്മെല്ലും കൂടെ കൂടിയിട്ട് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നുന്ന ഒരു സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസിനായിട്ട് നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.
ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ലൊരു സൂപ്പർ അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം. ഓക്കെ, ബൈ ബൈ.